ഹലോ, നമുക്കിന്ന് ഒരു കോളിഫ്ലവർ 65 റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു 200 ഗ്രാം വരുന്ന കോളിഫ്ലവർ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ ഓരോരോ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ചൂടുള്ള വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതിനൊരു അരമണിക്കൂർ അതിലൊന്ന് ഇട്ട് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നോക്കി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ കോളിഫ്ലവർ വീതം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും വളരെ ലോ ആയിട്ട് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗത്തുള്ള മസാല മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സൈഡും നന്നായി ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറിന്റെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അല്പം നാരങ്ങയും കൂടെ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ചായയുടെ കൂടെയോ എന്തെങ്കിലും സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. സംഭവം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.